ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് പോകുന്നത്. ആ ബാക്കിൽ കാണുന്നതൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്നല്ല, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. ഒരു 1.5 hours കൂടി കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങും ഇൻഷാ അല്ലാ. ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നുള്ളൊരു ട്രിപ്പാണ്, എല്ലാവരും കൂടിയുള്ള ട്രിപ്പാണ്. റോയിയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ളത്. റോയിക്ക് എന്താ വേണ്ടത്? ബിരിയാണി. അവൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ടൂർ കുറേ ദിവസമായി പറയുന്നു ടൂർ പോവാന്ന്. അപ്പോൾ അവൾ ഫുഡ് കഴിക്കാനാണ് മെയിൻ. ഫുഡാണ് അവൾ മെയിൻ. നെയ്ച്ചോറ് മതിയാ? നെയ്ച്ചോറ് സാദാ ചോറാക്കിയല്ലോ? വേണ്ട. ടൂർ പോവുകയാണെങ്കിൽ ബസ് തന്നെ ആയിക്കോട്ടെ. ബസ് തന്നെ പറഞ്ഞിട്ടുള്ളത് ബിരിയാണി മതി എന്നാണ്. ബസ്സിൽ പോകണം. ബസ്സിലാണ് പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ വോയിസ് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി പാക്കിംഗ് ആണ്. ഭയങ്കര കാര്യമായിട്ടൊന്നും കൊണ്ടൊന്നുമില്ല. ബട്ട് 2 ഡ്രസ്സ് വേണം, പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. മക്കളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് ആകെ ടെൻഷന്. നമ്മളുടെ പിന്നെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കും. ഇതിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വരും, നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യാം. പിന്നെ മക്കളുടെ എല്ലാവരുടെയും അവരുടേതായിട്ടുള്ളൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ അതിൽ വെക്കുകയാണ്. റൂഹിൻ്റെതും എൻ്റെതും മാത്രമാണ്. ഞാനൊരു ട്രോളി ബാഗ് എടുക്കുന്നുണ്ട്. റോസിപ്പ് ഇടാനുള്ള ഡ്രസ്സ്. റൂഹിക്ക് ഡ്രസ്സ് വേണ്ടേ? എന്നാ വാ. അതെടുത്തോ. ഇങ്ങോട്ട് നമുക്ക് റൂഹിൻ്റെ എന്താണ് ഇൻഡിഗോ പാൻറ്റ്. ഇതിപ്പോൾ ഇടാന്, പോകുമ്പിടാന്. അവിടുന്ന് വേറെ ഇടണ്ടേ? നിപ്പിട കുളിച്ചിട്ടിട കേട്ടോ. അപ്പൊ കുളിക്കണ്ടേ? കുളിക്കാണ്ട് പോണത് ടൂർക്ക്? ഇവിടുന്ന് തന്നെ കുളിക്കണത്. ഇവിടുന്ന് തന്നെ കുളിക്കണത്. വെയിറ്റ്, നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ. എവിടേക്കെങ്കിലും പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പാത്രങ്ങൾ കഴുകണം, വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ. നമ്മളൊരു 2 days ട്രിപ്പാണല്ലോ പോകുന്നത്. അപ്പം രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ചായ കുടിച്ചിട്ട് പോവുക. അപ്പോൾ ഞാൻ കുറച്ച് ദോശ കഴിച്ചു. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്ലാറ്റിൽ നിന്നും UAE എന്നൊക്കെ പോകുന്ന പോലെ ഇവിടെ പൂട്ടി പോകാൻ പറ്റില്ല. എല്ലായിടത്തും ക്ലോസ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ബാക്കി ഉമ്മയാണ് ഒഴിക്കുന്നത്. കനുമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഉമ്മക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉമ്മ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് പോകുന്നത്. നമ്മളെല്ലാവരും പോകുന്നില്ല കേട്ടോ. ഇക്കാൻ്റെ ഫാമിലിയിൽ പെട്ട കുറച്ച് ആൾക്കാർ. അതിൽ ആണുങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ആണുങ്ങൾ എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോനും ആണുള്ളത്. പിന്നെ ബാക്കി കുട്ടികളാണ് മെയിനായിട്ട്. പിന്നെ ഉള്ളത് എന്താ പറയുക, ഇക്കാൻ്റെ ഫാമിലിയിലെ ഇക്കാൻ്റെ സിസ്റ്റേഴ്സും ഇക്കാൻ്റെ എളാമ, അമ്മായി, അങ്ങനെയുള്ള ആൾക്കാർ. ഇതിലെല്ലാവർക്കും ഒരേപോലെ വരാൻ പറ്റിയില്ല. ഓക്കെ. പിന്നെ ഇക്കാൻ്റെ ചെറിയ നാത്തൂനുണ്ട്, വലിയ നാത്തൂനില്ല. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ ഓരോരുത്തരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാ. എല്ലാവർക്കും കൂടാൻ പറ്റട്ടെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെ ഒരു 35-40 പേരോളുണ്ട്, കുട്ടികളടക്കം. പിന്നെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോനുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വൈഫാണിത്. അവരെ പറ്റി പറയാനുണ്ട്. ശരിക്കും ഈ ഒരു ടൂറ് നമ്മൾ പോകാൻ തന്നെ കാരണം ഇവരുടെ ഹസ്ബൻഡ് കാരണം കേട്ടോ. ആളൊരു ബസ് മുതലാളിയാണ്, ഇക്കാൻ്റെ അമ്മായിൻ്റെ മോന്. അപ്പം ആളുടെ ബസ്സിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമ്മൾ ആൾക്കാർ കൂടിയപ്പം ആളുടെ ഫ്രണ്ടിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഡ്രൈവറായിട്ട് ഇവരെ അമ്മായിൻ്റെ മോൻ തന്നെയാണ്. അപ്പം കാരണം നമ്മൾ പുറത്തുനിന്ന് ആൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ആൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഫുൾ ലേഡീസാണ്, ലേഡീസും കുട്ടികളും. പിന്നെ മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോനും ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരാൾ നാത്തൂന് ചെരുപ്പ് മാറിയിട്ടു. വൈചെരുപ്പ് ഇട്ടിട്ടാണ് കയറിയത്. പിന്നെ ചെരുപ്പ് വീണ്ടും തിരിച്ചിട്ടു. അങ്ങനെ പിന്നെ നമ്മളവിടെയുള്ള ഓഡിറ്റോറിയമില്ലേ, നമ്മളെ കുടിൽക്കൽ കഴിച്ച അവിടെയാണ് നമ്മൾ ബസ് നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരോടും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലൊക്കേഷൻ പറയണമല്ലോ. എല്ലാവരും അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ടൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബസ് മുതലാളി. ആളുടെ ഫ്രണ്ടിൻ്റെ ബസ്സാണ് ഇപ്പോൾ ഇത്. ആളുടെ ബസ്സിൽ നമുക്ക് കുറച്ച് പേരെ മാത്രമേ കൊള്ളുള്ളൂ. അപ്പം കുറച്ച് വലിപ്പമുള്ള ബസ് വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഡ്രൈവറെ മൂപ്പരെ തന്നെ ആക്കി. നമ്മളെടുക്കാൻ പോണേ, നമ്മളെടുക്കാൻ പോണത് ഒന്നുകൂടെ, നമ്മളെടുക്കാൻ പോണത് എല്ലാരും ഇരുന്നിക്കിടില്ല. പിന്നെ ഇപ്പോൾ കഴിക്കാനുള്ള ഫുഡ് നമ്മൾ കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന വഴി തന്നെ നമ്മളവിടെ തൊട്ടടുത്തുള്ള തന്നെ കേട്ടോ. അപ്പോൾ അവിടുന്ന് ബിരിയാണി ചെമ്പിലാക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറ്റുവാണ്. പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുള്ളൂ. ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇതാ ഇക്കാടെ അമ്മേൻ്റെ മോനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം അവനക്ക് ട്രാവൽ ചെയ്തിട്ട് നന്നായിട്ട് അറിയാം ഇവിടെ എല്ലാ സ്ഥലങ്ങളും, അവർക്ക് ബസ്സും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അവരാണ് നമുക്ക് ഓരോന്ന് സെറ്റാക്കി തരുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും അവരുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ വണ്ടി കയറി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. പിന്നെ നല്ല വൈബൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ ഡാൻസിൻ്റെയും അതൊന്നും അധികം വീഡിയോസിൽ കൊടുക്കുന്നില്ല. കാരണം അതൊക്കെ നമുക്ക് ലേഡീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ലല്ലോ. പിന്നെ പുറത്തെല്ലാവരും കാണുമല്ലേ. പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. കാരണം ഇതിൽ മൊത്തം ലേഡീസാണ് കൂടുതൽ, ലേഡീസും കുട്ടികളാണ്, പിന്നെ എൻ്റെയൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര വൈബിലാണ്. പിന്നെ കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. വേറെ കുറച്ച് നേരം ഡാൻസ് കളിക്കും, കുറച്ച് നേരം ഇതാക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, വേറെ എവിടേക്കോ പോയ പോലെയാണ്. കക്കാടംപൊയിലോട്ടാണ് പോകുന്നത്. അവിടെ റിസോർട്ടിലോട്ട് നമുക്ക് മാത്രമായിട്ടുള്ള റിസോർട്ടാണ്. അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫ്രീഡം ഉണ്ട് കേട്ടോ അവിടെ. ശരിക്കും ഞാനിപ്പോൾ പോയി വന്നിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ എടുക്കുന്നത്. ശരിക്കും ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഇതുവരേക്കും പോയ ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാവരും ഭയങ്കര കൂൾ ആൾക്കാരായിരുന്നു. ഞാൻ എൻ്റെ മാപ്പിള എടുക്കുകയാണ്. ബസ്സിൽ കയറിൻ്റെ ശേഷം പുറത്തേക്കുള്ള വൈബും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ബസ്സിൽ ചാടി കളിക്കുന്ന ഒരു ഇതിലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും മലപ്പുറം ജില്ലയിലാണെന്ന് നമ്മൾ പറയുകയില്ല ഈ ഒരു കക്കാടംപൊയിൽ പോകുമ്പോഴേ. അപ്പം ശരിക്കും ഒരുപാട് ദൂരമൊന്നും പോകാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരുപാട് ഊട്ടി, കൊടൈക്കനാൽ, വയനാട് അവിടെയൊക്കെ ഭയങ്കര ബിസിയല്ലേ, എപ്പോഴും തിരക്കൊക്കെ. അപ്പോൾ ശരിക്കും നമുക്കിതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും കൂടി ഒരു ദിവസം ഒരു റിസോർട്ടിൽ പോയി താമസിക്കുക. പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കൂട്ടി പോകുമ്പോൾ തന്നെയല്ലേ രസം. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ അവിടെ ഇതുപോലെ റിസോർട്ട്, അടുത്തന്നെയുള്ള റിസോർട്ടിൽ പോയി താമസിക്കുക. എന്നിട്ട് ഫുഡ് കഴിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, പൂള്, അങ്ങനെയൊക്കെ എല്ലാം കൂടിയുള്ള സൗകര്യം ആകുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബെസ്റ്റ് അടിപൊളി ഒരു പാക്കേജ് തന്നെയായിരുന്നു കേട്ടോ. പാക്കേജ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ബസ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പിന്നീട് കമൻ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ആ റിസോർട്ടിൻ്റെ അതൊന്നും കൊളാബ് ഒന്നും അല്ല കേട്ടോ, പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇനി അതുപോലെ പോകാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ബസ്സിൽ നിന്ന് ഓരോരുത്തരുടെ ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഇവർ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നതുകൊണ്ടേ അമ്മയുടെ മോൻക്ക് അവർക്ക് ബസ്സും കാര്യങ്ങളും ഇങ്ങനത്തെ പാക്കേജൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. നമുക്കൊരു ധൈര്യമാണ് അവരുടെ കൂടെ പോകാൻ. എവിടേക്കാണ്, എന്തൊക്കെയാണ് സ്ഥലങ്ങൾ, എവിടേക്കാണ് നിർത്താൻ പറ്റുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റിനായിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ദമ്മ് പൊട്ടിക്കുന്നത്, ബിരിയാണി. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, രാത്രിയിലോട്ടും അതും ഈ അമ്മയുടെ മോന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിലോട്ട് നമുക്ക് ഹോട്ടലിൽ മീൻസ് റിസോർട്ടിൽ ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ അത് ഞാൻ അവിടെ നിന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ നിസ്കരിക്കാൻ പോയപ്പോൾ അവിടുന്ന് കണ്ടൊരു ഫാമിലി, നമ്മളെ വ്യൂവേഴ്സാണ് എല്ലാവരും. അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. അവരും ഇതേപോലെ കക്കാടംപൊയിലോട്ട് വന്നതാട്ടോ.
പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇത് കണ്ടോ നല്ല ഒരു ചുരം കയറാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയൊരു ചുരം, ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ റിസോർട്ടിൽ നമ്മൾ പോയപ്പോഴും അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ മക്കളിപ്പോഴും ആ ഒരു വൈബിൽ തന്നെയാണ്. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഇങ്ങനെ ബസ്സിൻ്റെ അകത്തുള്ളത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നില്ല, കാരണം ഞാനും ചാടി കളിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ വെറുതെ വെറുതെ പുലിവാല് പിടിക്കണം വെച്ചിട്ട് എൻ്റെ അങ്ങനത്തെ ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ഓണർ. ഇവർ മുമ്പ് പോയതുകൊണ്ട് തന്നെ എന്താ പറയുക, അവരെ റിസോർട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീണ്ടും അവിടേക്ക് പോയത്. കുഴപ്പമില്ലാത്ത റിസോർട്ടാണ്. ആ റിസോർട്ട് മൊത്തത്തിൽ നമ്മൾ എത്രയും ആൾക്കാർ കേട്ടോ, 40 പേരുണ്ട്, കുട്ടികളടക്കം 40 പേര്. അപ്പോൾ നമ്മളിവിടുന്ന് ജീപ്പിൽ വേണം പോകാൻ. ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കക്കാടംപൊയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ജീപ്പിൽ കുറച്ച് ട്രാവൽ ചെയ്യാണ്ട്, ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 2 ജീപ്പിൽ 2 ട്രിപ്പാക്കിയിട്ട് 4 പ്രാവശ്യമായിട്ട് നമ്മളെ റിസോർട്ട് എത്തിയിട്ടുണ്ട്. നല്ല റിസോർട്ടായിരുന്നു. ആ ഒരു റിസോർട്ടിലോട്ടുള്ള യാത്ര തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ കയറ്റമല്ലേ, നമ്മളിനി തിരിച്ച് പോകുമ്പോൾ ഇറക്കമുള്ളത് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ വൃത്തി. ഈ കക്കാടംപൊയിലെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് മൊസൂവി മിസ്റ്റ് എന്നാണ്. ഞാൻ നമ്പർ നോക്കട്ടെ, കിട്ടുമെങ്കിൽ ഞാനത് ഇവിടെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, മൊസൂവി മിസ്റ്റ് കക്കാടംപൊയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ 40ഓളം പേരുണ്ട്. നമ്മൾ ഈ മൊത്തത്തിൽ എടുത്തുകൊണ്ട് തന്നെ താഴെ 3 ബെഡ്റൂംസ് ഉണ്ട്, 2 അറ്റാച്ച്ഡ് ആണ് ബാത്റൂം. മേലെ 3 ബെഡ്റൂംസ് ഉണ്ട്, അതും 2 അറ്റാച്ച്ഡ് ആണ്, 1 ബാത്റൂം ഇല്ല. അങ്ങനെ 6 ബെഡ്റൂംസ് ആണുള്ളത്. പിന്നെ 2 താഴെയും മേലെയും ഹാളുകളുണ്ട്, സോഫ ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ 3ാമത്തെ ഫ്ലോറിൽ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് ക്യാരംസ് കളിക്കാനും അല്ലെങ്കിൽ കോൺഫറൻസ് ഹാളൊക്കെ പോലെ മീൻസ് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഇൻഡോർ ഉണ്ട്. അതുപോലെ പുറത്ത് സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. ഇതിപ്പം 2nd ഫ്ലോറിലുള്ള ബെഡ്റൂംസാണ്. നമ്മളൊന്ന് ചെക്ക് ചെയ്യായിരുന്നു ബെഡ്റൂംസൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഒരു ദിവസത്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം നൈറ്റ് ഇവിടെ സ്റ്റേ, പിറ്റേ ദിവസം പോവുക, എന്നിട്ട് രാത്രി വീട്ടിലെത്താം അങ്ങനെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് 2 ദിവസമൊക്കെ നിൽക്കാമായിരുന്നു എന്ന്. കാരണം നമുക്കത് മതിയാവാത്ത പോലെ തോന്നി. എല്ലാവരും കൂടി ആകുമ്പോഴാണ് രസം. ഒറ്റയ്ക്ക് വരുന്നതിനേക്കാൾ രസം എല്ലാവരും കൂടി ആകുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ 3ാമത്തെ ഫ്ലോറിൽ ഇവിടെ ക്യാരംസ് ഉണ്ട്, പിന്നെ എന്തെങ്കിലും പാർട്ടിയൊക്കെ, ചെറിയൊരു പാർട്ടിയൊക്കെ വെക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ സ്വിമ്മിംഗ് പൂളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊസൂവി മിസ്റ്റ് നല്ല പ്ലേസ് കേട്ടോ. പിന്നെ രാവിലെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. സ്വിമ്മിംഗ് പൂൾ പുറത്തായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് സ്റ്റെപ്പ് കയറി പോകണം. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലാണെന്നുള്ളത് നമ്മൾ ഒട്ടും തന്നെ നമുക്ക് മനസ്സിലാവില്ല. അത്രയും നല്ലൊരു സ്ഥലമാണ്. വേറെ എവിടെയോ പോയ പോലെ തോന്നില്ലേ. ഇപ്പോഴും ആൾക്കാരും ബസ്സിൽ നിന്ന് ഇറങ്ങിയവരൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. 2 ജീപ്പാണുള്ളത്. അതിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് എത്തിയിട്ടുണ്ട്. പിന്നെ കിച്ചനുണ്ട് കേട്ടോ ഇവിടെ. അപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ കഞ്ഞി അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന പാടെ തന്നെ ഒന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. കാരണം വരുന്ന വഴിയിൽ നമ്മൾ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചായയും പഴംപൊരിയും കൂടി ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. പിന്നെ ടീ പൗഡർ അങ്ങനെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ചായ കുടിച്ചിട്ട് നേരെ ചാടാന്നുള്ള രീതിയിൽ കേട്ടോ. ഞാനും പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക. കാരണം ഫോൺ അവിടെ വെക്കുമ്പോൾ എനിക്കൊരു സമാധാനമൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വേഗം ഫോൺ കൊണ്ട് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ വലിയവർക്കായിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക 28 വലിയ ആൾക്കാരും പിന്നെ ബാക്കി കുട്ടികളാണെന്ന് തോന്നുന്നു. കറക്റ്റ് നമ്പേഴ്സ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പൂളിൽ മക്കൾക്കൊന്നും ഇറങ്ങിയിട്ടതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മഴ ചെറുതായിട്ട് ചാർന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ ചൂടത്തുനിന്ന് വരുമല്ലേ, അങ്ങനെ പിന്നെ പൂളിൽ നിന്ന് ഇറങ്ങി പിന്നെ പുറത്ത് 2 ബാത്റൂമുണ്ട്, ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ബാത്റൂമുണ്ട്. അപ്പം പുറത്തുനിന്ന് കുളിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ എല്ലാവരും ആ പൂളിൻ്റെ സൈഡിൽ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പ് ഫയർ ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് ചെയ്യാമല്ലോ.
അങ്ങനെ കുറച്ചധികം നേരം നമ്മളവിടെ കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മഴ ഇങ്ങനെ ചാറാൻ തുടങ്ങി. റൂഹി ആണെങ്കിൽ ഉറക്കത്തു നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ചാറാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അകത്തേക്ക് തന്നെ കയറി മേലേക്ക് പോയി. അപ്പോൾ ആണെങ്കിൽ മഴ നിന്നും ചെയ്തു. പിന്നെ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇക്കാടെ അമ്മേൻ്റെ മോൻ്റെ കുട്ടിയുടെ, അപ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും കൂടി ഇവിടെ വെച്ച് ചെയ്തു. അത്രയും ആൾക്കാരുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഇതാണ് മോളുടെ ബർത്ത്ഡേൻ്റെ കേക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്, ഇളനീർ കേക്കായിരുന്നു. അപ്പൊ സെറ്റല്ലേ? റെഡി റെഡി. എന്താ പ്രശ്നം? റെഡി 1 റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പ് 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 അപ്പ്. ആരത്? പിന്നെ കുറേ നേരം കളിച്ചു, കുറേ എന്താ പറയുക ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിക്കുന്ന സമയം ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ടൂർ പോകുമ്പോഴാണ് ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ പരിചയപ്പെടാമെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് റോയിമോൾ ഇവരൊക്കെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരായിട്ടും. നമ്മളൊരു 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ ഇതാ ഏർലി മോർണിംഗ് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതെന്തേ ചിക്കന് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സ്പേസ്. ഏതാ വീട്? നമ്മളിവിടെ നിൽക്കണം. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, റിസോർട്ടിൻ്റെ ആൾക്കാർ. മുട്ടക്കറി, കടലക്കറി, വെള്ളപ്പം, പൊറോട്ട, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബോയിൽഡ് എഗ്ഗും ഉണ്ടായിരുന്നു, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ പെടുത്താൻ വിട്ടുപോയതാണ്. പിന്നെ എല്ലാവരും വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളെല്ലാവരും. പിന്നെ ഡ്രസ്സൊക്കെ ഇതാ അവിടെ നല്ല നീളത്തിൽ ഗ്രില്ലുണ്ട്, ആ ഗ്രില്ലുമ്മേൽ തോരട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ഇന്ന് ചെക്ക് ഔട്ട് വരുന്നത് ഒരു 12:30ക്കാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, തലേ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ ടൂറൊക്കെ വരുമ്പോൾ പൂളിൽ തന്നെ വെറുതെ കളിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കണല്ലേ. അപ്പോൾ രാവിലെ അധികം പേരൊന്നും ഇറങ്ങിയിട്ടില്ല, കുട്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ വെള്ളത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ എല്ലാവരും എടുക്കാനും പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു കോലത്തിലാവുമല്ലോ നമ്മൾ. അത്രയും വേറെ ആരും ഇല്ലല്ലോ, ലേഡീസ് മാത്രമല്ല. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും ഫ്രീയിലല്ലേ വെള്ളത്തിൽ കളിക്കുക. അങ്ങനെ എല്ലാവരും പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ തിരിച്ച് പോകാനുള്ളതാണ്. പോകാനായപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു, പെട്ടെന്ന് തീർന്ന പോലെ. ശരിക്കും കുറേ നേരം നമ്മൾ നിന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതൊന്നും തികയാത്ത പോലെ തോന്നി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നാൽ പിന്നെ അസറിന് നമുക്ക് വഴിയിൽ കൂടാമല്ലോ. എന്തായാലും നല്ല റാഹത്തായിരുന്നു കേട്ടോ. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്,
പിന്നെ ഒരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ. പതുക്കെ പോവുകയാണെങ്കിൽ 3-3:30 ഒക്കെ ഉണ്ട്. പിന്നെന്താ, എന്നാലോ നല്ലൊരു വേറെ എവിടേക്കോ പോയ പോലെ ഉണ്ട്. എല്ലാവരും കൂടി നിൽക്കാൻ പറ്റുന്ന സൗകര്യം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ജീപ്പിന് വെയിറ്റ് ചെയ്യാണ്. ജീപ്പിലാണല്ലോ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇറങ്ങുന്ന സമയത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇക്കാൻ്റെ അമ്മായി, ഇക്കാൻ്റെ 2 എളീമമാർ, ഇക്കാൻ്റെ സിസ്റ്റേഴ്സ്, ഇളച്ചിമാർ ഒക്കെയാണ്. പിന്നെ അവരുടെ മക്കൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ മെയിൻ ആൾക്കാർ കേട്ടോ. അപ്പോൾ ജീപ്പിന് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ആണ് ഞാനും മോളും ലുലു എങ്ങോട്ടേക്ക് റിയ റെഡി. ആ അങ്ങനെ വർത്താനം പറയും എന്തേലും. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഒരു യാത്ര ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം നമ്മൾ ദൂരം പോയിന്നും ഒക്കെ കാണാം കേട്ടോ. നമ്മൾ വന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ പോകുന്നെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവൾ പറഞ്ഞില്ല. എന്താ പറയാത്തത് അവളെ? അത് ബഫലോ അല്ല, ഇങ്ങനെ ചെയ്യുമ്പോ കുട്ടികളെ പിടിച്ചോട്ടാ. കുട്ടിയെ പിടിച്ചു. പിന്നെ ബസ്സിൽ എന്തുകൊണ്ട് നമ്മൾ റിസോർട്ടിലോട്ട് വന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താ ഈ കാണുന്നുണ്ടില്ലേ, അവർ ബസ്സിൽ വന്നതാണ്. അവരൊക്കെ ഇറങ്ങേണ്ടി വന്നു, കാരണം അത്രയും കയറ്റത്തിൽ ബസ് കയറൂല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇവിടെ ജീപ്പിലൊക്കെ തന്നെ പോകാൻ പറ്റില്ല, കാറിൽ പോകുന്നവർക്ക് പറ്റും കേട്ടോ. അതതിൻ്റെ സ്റ്റാൻഡ് അവിടെ നിന്ന് എടുത്താ. പിന്നെ മക്കളെ റൂയി വാ റൂയി. വെറുതെ കറിയല്ലേ കുട്ടി. ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ്, കക്കാടംപൊയിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. മന്തി.
അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ഏന്തൊക്കെയോ പൊടിയൊക്കെ കഴിച്ച് വരുമ്പോഴാണ് നമ്മളെ വ്യൂവേഴ്സിനെ കണ്ടിട്ട് മുഖത്തൊക്കെ പൊടി ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു വൈബാണല്ലോ അല്ലേ, എന്താ പറയുക. അപ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു നമ്മളെ വീട്ടിലുള്ളവരൊക്കെ, എന്താണിത് ഇങ്ങനെയൊക്കെ കഴിച്ച് വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നമ്മൾ കഴിക്കണം അല്ലേ. എനിക്ക് പുളിയച്ചാറ് എന്തൊക്കെയോ പൊടി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊടി മുഴുവൻ ഉണ്ടായിരുന്നു എൻ്റെ ഷോളിൽ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തവരെ കൂടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോകാം കേട്ടോ. തിരിച്ച് പോകാനായപ്പോൾ ആർക്കൊരു മൂഡില്ല. കാരണം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് 1-2 ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി എന്നാണ് മക്കളടക്കം പറഞ്ഞത്. അപ്പോൾ നേരത്തെ വീട്ടിലെത്തണ്ട, രാത്രി എത്തിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ, ഒരു 3 മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എത്തും ചെയ്യും. തിരിച്ച് പോകുമ്പോൾ എത്തിയത് അറിഞ്ഞില്ല. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നിർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ കക്കാടംപൊയിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴി ജസ്റ്റ് ആ കക്കാടംപൊയെന്ന് എഴുതിയിട്ടില്ല, കക്കാടംപൊയിൽ എഴുതിയിട്ടില്ല, ആ ഒരു ബോർഡ് എടുത്തതാണ് വീഡിയോ. പിന്നെന്താ, അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാം. എന്നാലും എനിക്ക് എടുത്ത് വെച്ചില്ലല്ലോ. വല്ലാത്തൊരു വെള്ളമാണത്. ഓല മേ സ്വിമ്മിംഗ് പൂൾ രസമുണ്ടായിരുന്ന? ചിക്കൻ ബിരിയാണി ഇഷ്ടമായത്, മന്തി ഇഷ്ടമായത്, ചപ്പാത്തിയ കറി ഇഷ്ടമായത്, രാവിലത്തതാ ഇഷ്ടമായത്? റൂയിക്ക് ഏതാ ഇഷ്ടമായത്? ആരും മന്തിന്റെ ആൾക്കാരാണ്. മന്തി ഇഷ്ടമായാലും ബിരിയാണി ഇഷ്ടമായാലും പാട്ട് പറഞ്ഞു. സബ്ജക്റ്റ് മാറിപ്പോണ്ട്, ഫുഡിലോട്ട് കടന്നു. റിവ്യൂ ചോദിച്ചിട്ട് ഫുഡാണ് പറയുന്നത്. രണ്ടാം പതിമക്കത്തുതിത്തുള്ള മലരല്ലേ, പരിശുദ്ധ കതിരൊളി ബദറല്ലേ, പരിമള സുരൻ പെരിയോന്റെ മനസ്സിലെ മയിലല്ലേ, രാവല്ലേ പെരിയോന്റെ കുലത്തിലെ മലരല്ലേ, മർഹബായാറൈനി. കളിക്കല്ലോ 10 അത് അല്ല 10 അടുത്ത 10 അവർ തരും. ആർക്കാ? എൻ്റെ അക്കാൻ്റെ പാട്ടും എൻ്റെ അക്കാൻ്റെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.